ഇതാണ് സ്വർണം, ഒരു പണത്തൂക്കം ചെമ്പില്ലാത്ത തനിത്തങ്കം. പാർവതി ടീച്ചറും ഭാസ്കരനും ഒന്നിച്ചു. പാർവതി ടീച്ചർ ജീവിതത്തിൽ വന്നേ പിന്നെ ഭാസ്കരന് വെച്ചടി കയറ്റമാണ്. ഭാസ്കരൻ ആൻഡ് സൺസ് 6 കടകളുണ്ട്. പാർവതി ഡാൻസ് സ്കൂൾ എന്ന പേരിൽ ഡാൻസ് സ്കൂളുമുണ്ട്. 2 മക്കളാണ്. മകൻ വിദേശത്ത് പഠിക്കുന്നു, മകൾ അമ്മയുടെ പാത പിന്തുടർന്നു നർത്തകിയാണ്. കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നത് അമ്മയും മകളും ചേർന്നാണ്. ഭാസ്കരന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഭാസ്കരനെ ബിസിനസ് ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നത് സഹോദരി ഭർത്താവാണ്. അച്ഛൻ മരണപ്പെട്ടു, അമ്മയുണ്ട്. നല്ലൊരു വീട് വെച്ചു. പഴയ തട്ടാൻ ഭാസ്കരനല്ല ഇപ്പോൾ. ഭാസ്കരൻ മുതലാളിയാണ്. സ്നേഹലതയ്ക്കൊരു മകൾ. പവിത്രൻ ഉണ്ടായിരുന്ന സ്വത്ത് വിറ്റ് ലോറി വാങ്ങിച്ചു. പക്ഷെ കടം കാരണം അത് വിൽക്കേണ്ടി വന്നു. സ്നേഹലതയും മകളും പണിക്കരുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പവിത്രൻ പൊള്ളാച്ചിയിൽ ഒരു ചായക്കടയിൽ നിൽക്കുന്നു. ഭാസ്കരന്റെ വളർച്ചയിൽ നിരാശയുണ്ട് സ്നേഹലതയ്ക്ക്. ഭാസ്കരനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കഷ്ടപ്പെടാണ്ട് ജീവിക്കാമായിരുന്നല്ലോ. സ്നേഹലതയുടെ മകൾ വിഷ്ണു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുന്നു. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണ് ശേഖരൻ. അയാളുടെ ഏക മകനാണ് വിഷ്ണു. ഈ ബന്ധം ഇരു വീട്ടുകാരും അറിയുന്നു. ശേഖരൻ മുതലാളി ഈ ബന്ധത്തെ ശക്തമായി എതിർക്കുന്നു. അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിലെ പെണ്ണിനെ തന്നെ നിനക്ക് വേണമല്ലേ? എത്ര നല്ല പെൺകുട്ടികളുടെ ആലോചന നിനക്ക് വന്നതാ? എനിക്ക് മാളവിയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ വിവാഹമേ വേണ്ട. വിഷ്ണു വാശി പിടിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ ശേഖരൻ ഈ ബന്ധത്തിന് സമ്മതിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും തരാൻ കാണില്ല, പക്ഷേ 50 പവൻ സ്വർണം വേണം. കല്യാണത്തിന് പെണ്ണിന്റെ ദേഹത്ത് കാണണം. പണിക്കർക്കും ഭാര്യയ്ക്കും സ്നേഹലതയ്ക്കും ഈ ബന്ധം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. മിടുക്കി, നീ പുളിങ്കൊമ്പ് നോക്കി പിടിച്ചല്ലോ. ഇനി വേണം തട്ടാം ഭാസ്കരന്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും എനിക്ക് തലയുയർത്തി നടക്കാൻ എന്ന് പണിക്കർ പറയുന്നു. സ്നേഹലത പവിത്രനെ വിളിച്ച് കാര്യം പറയുന്നു. പവിത്രൻ ഈ ബന്ധത്തെ എതിർക്കുന്നു. ഞാൻ മോളോട് സംസാരിക്കാൻ നീ മോൾക്ക് ഫോൺ കൊടുക്ക്. മോളെ, നമുക്ക് ഈ ബന്ധം വേണോ? അവർ നമ്മളെക്കാട്ടി സാമ്പത്തിക നില ഉയർന്ന ആൾക്കാരാ. അവരുമായുള്ള ബന്ധം ശരിയാകുമെന്ന് തോന്നുന്നില്ല. അത് നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കും. വിഷ്ണുവിൻ്റെ സ്വത്ത് കണ്ടിട്ടില്ല അച്ഛൻ ഞാൻ വിഷ്ണുവിനെ സ്നേഹിച്ചത്. വിഷ്ണു അല്ലാതെ വേറൊരാളെ എനിക്ക് വിവാഹം കഴിക്കാൻ ഈ ജീവിതത്തിൽ പറ്റത്തില്ല. അവസാനം പവിത്രനെ സമ്മതിക്കേണ്ടി വന്നു. വിഷ്ണുവും വീട്ടുകാരും പെണ്ണ് കാണാൻ വരുന്ന ദിവസം പണിക്കരെ അറിയിച്ചു. പണിക്കർക്കും ഭാര്യയ്ക്കും സ്നേഹലതയ്ക്കും ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഭാസ്കരൻ കേൾക്കാൻ വേണ്ടി പണിക്കർ വീട്ടിലെ മുമ്പിലിരുന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ പാർവതി ടീച്ചർ ഭാസ്കരനെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭാസ്കരന്റെ മകളും സ്നേഹലതയുടെ മകൾ മാളവികയും ഉറ്റ സുഹൃത്തുക്കളാണ്. വീട്ടുകാരുടെ വഴക്കൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. പെണ്ണ് കാണാൻ വന്നപ്പോൾ കല്യാണത്തിന് പെണ്ണിന് 50 പവൻ വേണമെന്ന് ശേഖരൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും നിരാശയായി. കല്യാണം ഉറപ്പിച്ച് അവർ പോയി. ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. പണിക്കർക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് വിൽക്കാൻ. ആധാരം പണയപ്പെടുത്തി കുറച്ച് പൈസ എടുക്കാം, എന്നാലും തികയില്ല. വിഷ്ണു ഇനി സ്വർണം എടുക്കാനുള്ള പണം സംഘടിപ്പിക്കുമോ എന്ന് കരുതി നേരത്തെ മനസ്സിലാക്കിയ ശേഖരൻ മുതലാളി പൈസ കിട്ടാനുള്ള എല്ലാ വഴികളും അടച്ചു. കല്യാണം അടുക്കാറായി, പക്ഷെ സ്വർണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥലവും വിറ്റുപോയിട്ടില്ല. ആധാരം പണയം വെക്കാൻ ചെന്നപ്പോൾ അതിനും തടസ്സം. നാട്ടിലെല്ലാവരെയും കല്യാണം വിളിക്കുകയും ചെയ്തു. പവിത്രനും പൈസക്ക് വേണ്ടി ഒരുപാട് ഓടി. ഒത്തിരി പേരോട് കടം ചോദിച്ചു, പക്ഷെ ആരും സഹായിച്ചില്ല. കല്യാണത്തിന് 2 ദിവസം മാത്രം ബാക്കി. പാപ്പിയും ഹാജിയാരും വീട്ടിൽ വന്നു. നിങ്ങൾ ഭാസ്കരനോടൊന്ന് ചോദിച്ചു നോക്കൂ. പറമ്പിൻ്റെ ആധാരവും വീടിൻ്റെ ആധാരവും കൊടുക്കാമെന്ന് പറയൂ. സ്വർണ്ണക്കടയല്ലേ, ചിലപ്പോൾ സഹായിച്ചാലോ. പവിത്രൻ പറഞ്ഞു, ഞാൻ പോകില്ല. കല്യാണം മുടങ്ങിയാലും എൻ്റെ മോളുടെ വിധി അത്ര തന്നെ. ഇത് കേട്ടപ്പോൾ മാളവിക പൊട്ടിക്കരഞ്ഞു. പണിക്കരും ഭാര്യയും സ്നേഹലതയും അവസാനം ഭാസ്കരൻ്റെ വീട്ടിൽ പോയി കാര്യം പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മോളുടെ കാത് കുത്താൻ വന്നപ്പോൾ നിങ്ങൾ എന്നെ അപമാനിച്ചു വിട്ടു. അന്ന് എൻ്റെ കണ്ണീര് അവിടെ വീണു. ഞാൻ കുത്തിയാൽ കാത് പഴുക്കുമെന്ന് വരെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ നിറകണ്ണുകളുടെ മകളുടെ വിവാഹത്തിന് സ്വർണത്തിനായി യാചിക്കുന്നു. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. എനിക്കും ഒരു മകളുണ്ട്. സ്വർണം ഞാൻ തരാം. ആധാരമൊന്നും വേണ്ട. സ്ഥലം വിൽക്കുമ്പോൾ പൈസ തന്നാൽ മതി. പാർവതി ടീച്ചർക്കും മകൾക്കും സന്തോഷമായി. അച്ഛൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് ഭാസ്കരൻ്റെ മകൾ പറയുന്നു. സ്നേഹലതയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് പാർവതി ടീച്ചർ പറയുന്നു. എന്തിന്? നിങ്ങളല്ലേ എന്നെ സഹായിച്ചത്. അല്ല, സ്നേഹലത വേണ്ടാന്ന് വെച്ചത് കാരണമാണ് ഭാസ്കരേട്ടനെ എനിക്ക് കിട്ടിയത്. ഇത്രയും സന്തോഷത്തിലും സൗഭാഗ്യത്തിലും എനിക്ക് കഴിയാൻ സാധിച്ചത് സ്നേഹലത കാരണമല്ലേ? അറിവില്ലാത്ത പ്രായത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. അത് തിരുത്തേണ്ട അച്ഛനും അമ്മയും അത് ചെയ്തതുമില്ല. ആ മാല ഭാസ്കരേട്ടന് തിരിച്ചു കൊടുപ്പിച്ചതുമില്ല. നാട്ടുകാരുടെ മുമ്പിലും ഭർത്താവിൻ്റെ മുമ്പിലും ഞാൻ അപമാനിക്കപ്പെട്ടു. എനിക്കിപ്പോൾ തെറ്റ് മനസ്സിലാകുന്നുണ്ട്, സ്നേഹലത പറഞ്ഞു. വർഷങ്ങളായുള്ള വഴക്കുകൾ മാറി എല്ലാവരും സ്നേഹത്തോടെ പോകുന്നു. കല്യാണം നടന്നു. 50 പവൻ കൊടുത്ത് സഹായിച്ചതിന് പുറമെ ഭാസ്കരൻ ഒരു മാല മാളവികയ്ക്ക് കല്യാണ സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. അന്നത്തെ സംഭവത്തിന് ശേഷം ഹാജിയാർ കൽമൈത്താതനെ പുറത്തേക്ക് കൊണ്ടുപോകും. 2 ആൺമക്കളാണ് അവർക്ക്. മാളവികയുടെ കല്യാണം കഴിഞ്ഞ് മക്കളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുവാണ് 2 പേരും. മക്കൾ 2 ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. വെളിച്ചപ്പാട് ഇപ്പോൾ ദിവ്യേനയുടെ അടുത്ത് പോകാറില്ല.
ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നു. അബൂക്കാട് ചായക്കട ഇപ്പോഴും പഴമ നിലനിർത്തി പോകുന്നു. എല്ലാവരും ഒത്തുകൂടുന്നത് അവിടെയാണ്. കല്യാണത്തിന് നാട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും ഇവിടുത്തെ നാട്ടുകാർ ഒറ്റക്കെട്ടാണല്ലോ.